വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് ചാവക്കാട് മേഖലയിൽ വഖഫ് ബോർഡ് നോട്ടീസ് കിട്ടിയ കുടുംബങ്ങൾ ആശങ്കയിലാണ്. 37-ലധികം കുടുംബങ്ങൾക്കാണ് വഖഫ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വഖഫ് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും അണിനിരത്തി മുനമ്പം മാതൃകയിൽ ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കാനാണ് BJPയുടെ തീരുമാനം. 10 സെന്റും വീടുമാണ് സുലോചനയുടെയും കുടുംബത്തിന്റെയും ആകെ സമ്പാദ്യം. ചെറിയ വീട്ടിലാണ് ഒരു കൈക്കുഞ്ഞടക്കം 5 പേർ താമസിക്കുന്നത്. ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് വഖഫ് പ്രതിനിധികൾ വീട്ടിലെത്തിയതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് സുലോചനയുടെ കുടുംബം. ഞാൻ ലൈഫിന്റെ പേര് എഴുതി കൊടുക്കാനപ്പോ ലൈഫിന് എഴുതി കൊടുത്തു. 22-ൽ അപേക്ഷിച്ചു. എനിക്കത് അപേക്ഷ വന്നു, ലൈഫ് പാസ്സായിരുന്നു വേണ്ട. അതിന് ശേഷമാണ് ഈ വഖഫ് ബോർഡിൻ്റെ ഇത് വന്നത്. അപ്പോൾ ഈ വഖഫ് ബോർഡിൻ്റെ ഇത് വന്ന് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ പഞ്ചായത്തിൽ വിവരം കൊടുത്തു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്തു പോയാൽ ഞങ്ങൾക്ക് അതും ഇതുണ്ടാവും. വഖഫ് ബോർഡ് ഇവിടെ വന്നു, അവർ വണ്ടിയായിട്ട് ഇവിടെ വന്ന് ഇപ്പം നിങ്ങളെ ഭൂമിയാണെന്ന് പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ എവിടെ പോകുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഞങ്ങൾ എവിടെ പോകും, ഞങ്ങൾ 2 പെൺകുട്ടികളും ഉള്ളൂ, പിന്നെ ഒരു മോനാണ്, അവന്റെ അമ്മയാണ്, അപ്പൊ ഞങ്ങളെ കണ്ടു പോകുക, ഞങ്ങൾ വഴിയാധാരാവിടെയെന്ന് വെച്ചു. ഒരുമനയൂർ സ്വദേശി ബാലകൃഷ്ണന്റെ വീടിന് മുൻപിലെ 4 സെന്റ് സ്ഥലത്താണ് വഖഫ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ബാലകൃഷ്ണന്റെ കുടുംബം. ഞങ്ങളെ വീടിന്റെ നേരെ ഫ്രണ്ടിലത്തെ സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചത് 4 സെന്റ് സ്ഥലം. അതിനാണ് വന്നുള്ളത്. ഇപ്പോൾ ഞാൻ 2020-ലാണ് ഈ ഭൂമി മേടിച്ചത്. പിന്നെയാണ് ഞാൻ അതിൻ്റെ ആധാരം കൂടി വെച്ചിട്ടാണ് വീട് പണി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയുടെ കെടുപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാമൂതിരി പണ്ടാരം ഭാഗയാണ് ഇത് ജമ്മായിട്ട് കിടക്കുന്നത്. എന്നുവെച്ചാൽ സാമൂതിരി പോലത്തെ സ്ഥലമാണത്. ഇപ്പോൾ എന്താ പറയുക, ഈ 1910 പുഴുക്ക തറവാട്ടുകാർക്ക് അത് വാങ്ങിച്ചു. പിന്നെ അവർ ഭാഗവത്രം വഴി 69-ലാണ് മൂത്തേടത്ത് ബാലേട്ടന് കൊടുക്കുന്നത്. അപ്പോൾ അതിലെന്ന് പറയുക, നിങ്ങൾ ഈ ഭൂമി വഖഫ് ഭൂമിയാണ്, നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം വരും എന്ന് പറഞ്ഞിട്ട്. പിന്നെ 3ാമത്തെ ലെറ്റർ വന്നത് 3 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെല്ലാവരെ കുടിയൊഴിപ്പിക്കുന്നതാണ്. ഫ്രാൻസിസിന്റെ വീടിന് സൗകര്യം കുറവായതിനാൽ ഒരു മുറി കൂടി വീടിനോട് ചേർത്ത് പണിയിപ്പിച്ചു. ഈ മുറി നിൽക്കുന്ന സ്ഥലത്താണ് അവകാശം ഉന്നയിച്ച് 5 പേരടങ്ങുന്ന ഫ്രാൻസിസിന്റെ കുടുംബത്തിന് വഖഫ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് വഖഫിന്റെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ വഖഫിന്റെ ഭൂമിയാണെന്നാണ് പറഞ്ഞിട്ടാണ് നോട്ടീസ് വന്നുള്ളത്. ആദ്യം അതിൻ്റെ മറുപടി ഞങ്ങൾക്കുള്ള രേഖകൾ വഖഫിന് അയച്ചു കൊടുത്തു. അതൊന്നും അവർ പരിഗണിച്ചില്ല. വീണ്ടും വഖഫ് വീണ്ടും ഒരു നമ്പർ തെറ്റി അതിൽ തിരുത്തിയെന്ന് പറഞ്ഞിട്ട് വേറൊരു ഇത് വന്നു. 3ാമത്തെ ഒരു കടലാസ് വന്നു, നിങ്ങൾ 3 മാസത്തിനുള്ളിൽ ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് വന്നു. അത് 1 സെന്റ് സ്ഥലം തയ്യൽ എനിക്ക്. അതിൽ വീടിൻ്റെ മുറി വന്നിട്ടുണ്ടായിരിക്കും. വീട് ഒരു സൗകര്യത്തിന് ഇല്ല. എനിക്ക് ആകെ 4 സെന്റ് ഭൂമി ഉണ്ടായിരുന്നത്. അതിൻ്റെ ശേഷമാണ് ഞാൻ 1 സെന്റ് കൂടി എടുത്തത്. മൊത്തം എനിക്ക് 5 സെന്റ് ഭൂമി തയ്യല്ല. അത്രയാണ് എനിക്ക് ഭൂമി ഉള്ളത്. അതിലേക്കാണ് വീട് വെച്ചത്. അതിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. കുറച്ച് ഒരു 2 അടി അതിലേക്ക് ഒരു ഭാഗം തള്ളി നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലം അത്രയാണ്. ഞാൻ 2011-ൽ രജിസ്റ്റർ ചെയ്ത് മേടിച്ചതാണിത്. വഖഫ് ഭീഷണി നേരിടുന്ന എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് നിർത്തി മുനമ്പം മാതൃകയിൽ സമരം സംഘടിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഈ ഒരുമനയൂര് പഞ്ചായത്ത് ഒരുമനയൂർ വില്ലേജിലായിട്ട് 30-ൽ പരം കുടുംബങ്ങൾക്കാണ് ഈ വഖഫിന്റെ കുടിയിറക്കൽ നോട്ടീസ് എത്തിയിട്ടുള്ളത്. അപ്പോൾ BJPയുടെ തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അവർക്ക് സംരക്ഷണം കിട്ടേണ്ട എല്ലാ കാര്യക്രമങ്ങളും ചെയ്യാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ മുനമ്പം മാതൃകയിൽ വലിയൊരു ജനകീയ സമരത്തിനാണ് ഈ ചാവക്കാട് സാക്ഷിയാവാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശത്തെ കുടുംബങ്ങൾ. ജനം, തൃശൂർ.